ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ടാസ്ക് തരട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ഉപമകളാൽ, പാരബിൾസ് കൊണ്ട് റിച്ച് ആണ്. എത്ര ഉപമകൾ അല്ലെങ്കിൽ പാരബിൾസ് ഈ അധ്യായത്തിലുണ്ടെന്ന് പറയാമോ? അവ ഏതൊക്കെയാണെന്ന് കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? അവയിലെ ഏറ്റവും അവസാനത്തെ 3 നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. വലയുടെയും നിധിയുടെയും രത്നത്തിന്റെയും ഉപമകൾ. മാമോദീസ സ്വീകരിച്ച, വിശുദ്ധ കുർബാന സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച, ഇടയ്ക്കൊക്കെ കുമ്പസാരിക്കുന്ന നമുക്കൊക്കെ ഈശോയാണ് യഥാർത്ഥ നിധിയെന്നും ഈശോയാണ് ഏറ്റവും വിലപിടിപ്പുള്ള രത്നമെന്നും സംശയമേന്യെ പറയാൻ സാധിക്കും, അല്ലെ? ഈ 2 ഉപമകളുടെയും ഒരു സെക്കൻഡ് ഹാഫാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കഥ പറയാം. ഒരു വജ്ര വ്യാപാരിയുടെ കഥയാണ്. അയാൾ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വജ്രം വാങ്ങിച്ചു. അത് അയാളുടെ കടയിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു. അത് അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് തോന്നി, എല്ലാവരും കാണുമ്പോൾ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല ബോക്സിൽ വെക്കാം. ഓക്കെ, അയാൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ബോക്സ് പണിയിച്ചു. വെൽ ഫർണിഷ്ഡ്, ഗോൾഡ് പ്ലേറ്റഡ്, എന്തൊക്കെ ചെയ്യാമോ നല്ലൊരു വെൽവെറ്റ് ക്ലോത്ത് ഒക്കെ വെച്ച് നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിൽ, ഈ ബോക്സിന്റെ ഉള്ളിൽ ഈ രത്നം അയാൾ സ്ഥാപിച്ചു. ഒത്തിരി പേര് വന്ന് ഇത് കണ്ടുപോവുകയാണ്. ഒത്തിരി പേര് അയാളെ അനുമോദിക്കുന്നുണ്ട്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. വരുന്നവര് ചോദിക്കുന്നത്, നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഈ ബോക്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ബോക്സ് കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു, സോ പ്രഷ്യസ്. അപ്പൊ എല്ലാവരും വന്ന് ചോദിക്കുന്നത് ഈ ബോക്സ് ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബോക്സിന് വേണ്ടിയിട്ട് അവര് വിലപേശുവാണ്, അവര് നെഗോഷിയേറ്റ് ചെയ്യാണ്. ആൾക്ക് ഭയങ്കര സങ്കടമായി. നോക്കിയേ, ഏറ്റവും വിലപിടിപ്പുള്ള ആ വജ്രം, ഡയമണ്ട് അയാൾ കണ്ടുപിടിച്ച് ആ ഒരു ബോക്സിലാണ് വെക്കുന്നത്. ബോക്സ് ആണോ ഡയമണ്ട് ആണോ വലുത്? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും, അല്ലേ? ഡയമണ്ട് ആണ്, ഒരു സംശയവും വേണ്ട. ബോക്സിനേക്കാൾ വിലയേറിയത് ഡയമണ്ട് തന്നെ. സ്നേഹം പറഞ്ഞവരെ, കൗദാശിക ജീവിതത്തിലൂടെ നമ്മളെ തന്നെ ഇങ്ങനെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം ഇതാണോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കാനുള്ളൂ. നമുക്കറിയാം വിലയേറിയ രത്നം എന്താണെന്ന്, നമുക്കറിയാം ഏറ്റവും വിലയേറിയ നിധി എന്താണെന്ന്. പക്ഷേ നമ്മുടെ ചോയ്സുകൾ ഇടയ്ക്ക് മാറിപ്പോകുന്നു. ചില നേരത്ത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വരുമ്പോൾ നമ്മൾ കുറേയും കൂടെ കളിക്കുന്നതിനെ കുറിച്ചോ, കുറേയും കൂടെ TV കാണുന്നതിനെ കുറിച്ചോ, കുറേയും കൂടെ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കുന്നു. വിശ്വാസ പരിശീലനത്തിന് വരാതെ ആ ക്ലാസ്സുകൾ ചിലപ്പോഴൊക്കെ ചില ബർത്ത്ഡേ പാർട്ടിയുടെ പേരിലോ, എന്തെങ്കിലും ആഘോഷങ്ങളുടെയൊക്കെ പേരിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാച്ചിന്റെ പേരിലോ നമ്മൾ മിസ്സാക്കുന്നു. അതുപോലെ തന്നെ ബോഡി വർക്കൗട്ടിന്റെ കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എൻ്റെ പ്രെയർ ലൈഫ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കേണ്ട സമയങ്ങൾ മിസ്സായി പോകുന്നു. ഒന്നും വേണ്ട, ഹോംവർക്ക് ചെയ്യേണ്ട സമയം പോലും ഞാൻ എൻ്റെ വേറെ കുറേ കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നു. സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോഴൊക്കെ ഈ ഡയമണ്ടിനേക്കാൾ ഈ ബോക്സ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് മാറിപ്പോവാറുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. ബോക്സിനേക്കാൾ വിലയേറിയത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഡയമണ്ടാണ്. സ്നേഹം നിറഞ്ഞവരെ, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈശോയോടൊത്തുള്ള വാസമാണ്. നമുക്ക് ഈശോയ്ക്ക് 1-ാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കണം. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സ്ഥാനങ്ങളൊക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില നേരങ്ങളിലുണ്ടല്ലോ, ഈ സ്ഥാനം ഇങ്ങനെ മാറിപ്പോവും, നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വജ്രത്തെക്കാൾ പ്രധാനപ്പെട്ടതായി നമ്മൾ പണിതു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ബോക്സുകളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതായി ഈശോ തന്ന ബ്ലെസ്സിങ്സ് പോലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. ഈശോയുടെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരനില്ലേ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറയുമ്പോൾ സമ്പത്ത് വിട്ടുകളയാൻ മടി കാണിച്ച ആ മനുഷ്യൻ ഈശോയുടെ പിന്നാലെ പോയില്ല. സ്നേഹം നിറഞ്ഞവരെ, ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതായി നമ്മൾ കാണുന്ന എല്ലാ ബോക്സുകളും നമുക്കൊന്ന് വെട്ടി
ശരിപ്പെടുത്തണം. അതിന് ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഈശോയുടെ ഒപ്പമാണ് നാം ജീവിക്കേണ്ടത്. ആമേൻ.